ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന കാട്ടുകൊള്ള സുപ്രീം കോടതി നേരിട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നാട്ടുകാർക്ക് മനസ്സിലായത് ഭരിക്കുന്ന പാർട്ടിയായാലും പ്രതിപക്ഷ പാർട്ടിയായാലും ഇമ്മാതിരി പണം വാങ്ങുന്ന ഏർപ്പാട് ഈ നാട്ടിൽ കൊണ്ടുവന്നതോടെ കൊള്ള ലീഗലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം. ഏറ്റവും അവസാനം കോടതി പറഞ്ഞു, നിങ്ങൾ വാങ്ങിച്ച ഫണ്ട് ബോണ്ട്, ആ ബോണ്ടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ തന്നെ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുവിധം പാർട്ടി DMK വരെയുള്ള പാർട്ടികളൊക്കെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു. ഞങ്ങൾക്ക് ഇന്ന പാർട്ടികളാണ് പണം തന്നത്, അതിന് ഇന്ന രീതിയിൽ ചെലവഴിച്ചു, ഇന്നതാണ് കണക്ക് എന്ന് പറഞ്ഞു. എന്നാൽ രണ്ട് പാർട്ടി മാത്രം ഈ കാര്യത്തിൽ ഒരക്ഷരം മിണ്ടുന്നുണ്ടായിരുന്നില്ല, സാക്ഷാൽ BJPയും കോൺഗ്രസും. അപ്പോഴാണ് നമുക്ക് സംശയം വന്നത്, കാട്ടുകൊള്ളയുടെ പൈസ കാട്ടുകള്ളന്മാരുടെ പേര് വിശദീകരിക്കാൻ മടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെയുള്ള വേണ്ടാധീനം നമ്മളൊക്കെ ചിന്തിച്ചു. ഏറ്റവും അവസാനം കോടതി തന്നെ നേരിട്ട് ഈ വിശദാംശങ്ങൾ SBI വഴി ശേഖരിച്ച് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് കോൺഗ്രസ്സുകാർ കുടുങ്ങിപ്പോയത്. BJP എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ തുറന്ന കണ്ണോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിലെ EDനെ വിടും, ഇപ്പുറത്തെ സൈഡിലെ ബോണ്ട് വാങ്ങും. ഇതാണ് ഭരണകൂടത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അതിനിടയിലാണ് റോബർട്ട് വദ്ര എന്ന് പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, രാഹുൽ ഗാന്ധിയുടെ അളിയൻ, അദ്ദേഹം ഉൾപ്പെട്ട ഭൂമി കുംഭകോണത്തെക്കുറിച്ചുള്ള ആരോപണം വരുന്നത്. DLF എന്ന് പറയുന്ന റോബർട്ട് വദ്ര ഉൾപ്പെട്ട കമ്പനി 170 കോടി രൂപ ബോണ്ട വാങ്ങിച്ചിട്ട് BJPക്ക് കൊടുത്തിരിക്കുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭയങ്കരമായി നരേന്ദ്രമോദിയൊക്കെ റോബർട്ട് വദ്ര എന്ന 3 നേരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന കാര്യം നമ്മുടെ ഓർമ്മയിലേക്ക് അപ്പോഴാണ് വരുന്നത്. എന്തിനാണ് ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചത്? ഭരണത്തിലേറി കഴിഞ്ഞാൽ അയാൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കണ്ടേ, നടത്തണ്ടേ എന്നൊക്കെ നമ്മൾ സംശയിക്കൂലേ? എന്നാൽ ഒരന്വേഷണം ഉണ്ടായില്ല. 170 കോടിയുടെ ബോണ്ട വാങ്ങിച്ച് റോബർട്ട് വദ്രയുടെ കാര്യമൊക്കെ സേഫാക്കി കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്ന വാർത്തകൾ. ഈ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മൾ നേരിട്ട് നോക്കുമ്പം ചാനൽ മുഴുവൻ വന്ന് ചർച്ചയ്ക്കിരിക്കുന്ന കോൺഗ്രസ്സുകാരോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ, ഈ പറയുന്ന ഇത്രയും വലിയൊരു പ്രശ്നത്തിനിടയിൽ കാര്യങ്ങൾ വിശദീകരിച്ച് BJPക്കെതിരെ തിരിച്ചുവിടേണ്ട കോൺഗ്രസ്സുകാർ എന്തു ചെയ്യും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. BJP തന്നെ ഇത് മെല്ലെ ഏതായാലും ഞങ്ങൾ വിട്ടു, എന്നാൽ പിന്നെ എല്ലാവരും പെടട്ടെ എന്ന് വിചാരിച്ച് പുറത്തു വിടുന്ന ഘട്ടം കൂടിയുണ്ട്. അപ്പോഴാണ് കേരളത്തിലേക്ക് ഞാൻ നോക്കിയത്. കേരളത്തിൽ VD സതീശനൊക്കെ ബോണ്ട വാങ്ങിയ DMKയോട് പൈസ വാങ്ങിയ CPM എന്നെല്ലാം പറഞ്ഞ് വളച്ചു കെട്ടി ഒരു തിയറിയും സിദ്ധാന്തമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ നമ്മുടെ റോബർട്ട് വദ്രയുടെ ഫണ്ടിൻ്റെ കാര്യം വരികയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച വാർത്തകൾ, ബോണ്ടയുമായി ബന്ധപ്പെട്ട വാർത്ത വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മുഖ്യധാര നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചാനലുകളിലും മാധ്യമങ്ങളിലും ഒന്നുമല്ല. ഈ പറയുന്ന വാർത്ത ഇപ്പോൾ മലയാളത്തിൽ തന്നെ കണ്ടുകിട്ടാൻ പ്രയാസമായിരിക്കും. നമ്മുടെ പ്രധാന പത്രങ്ങളൊക്കെ ഈ കാര്യം മുക്കി അങ്ങ് വെള്ളത്തിൽ അമർത്തി വെച്ചിട്ടാണുള്ളത്. എന്താ സംഭവിച്ചു വെച്ചാൽ, UPA ഭരണകാലത്ത് ഹരിയാനയിലെ ഗുഡ്ഗാവിൽ വാദ്ര തുച്ഛമായ തുകയ്ക്ക് സ്വന്തമാക്കിയ 3.5 ഏക്കർ ഭൂമിയെ സംബന്ധിച്ചാണ് ആരോപണം ഉയർന്നത്. DLF 58 കോടി രൂപയ്ക്ക് ഈ ഭൂമി വാങ്ങി. ഈ ഇടപാടിൽ ക്രമക്കേട് ആരോപിച്ച് ഹരിയാനയിലെ BJP സർക്കാർ 2018 വാദ്രയ്ക്കും DLFനുമെതിരെ കേസെടുത്തു. 2019 ഒക്ടോബർ മുതൽ 2022 നവംബർ വരെയുള്ള കാലയളവിലാണ് DLF 6 ഘട്ടങ്ങളിലായി 170 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് BJPക്ക് കൈമാറിയത്. 2023 DLFനും വാദ്രയ്ക്കും മറ്റും എതിരായി നടപടി ഹരിയാന സർക്കാർ അവസാനിപ്പിച്ച് കളഞ്ഞു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസിനെതിരെ BJP ഉപയോഗിച്ച പ്രചാരണ സ്ലോഗനുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അതിലൊന്ന് വാദ്രയുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ മരുമകൻ, കുടുംബം, പ്രിയങ്ക, വാദ്ര എന്നൊക്കെ പറഞ്ഞ് മോദി തന്നെ പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ 2023 DLFും വാദ്രയും ഉൾപ്പെട്ട കമ്പനി ലേശം ഇലക്ട്രൽ ബോണ്ട് കൊടുത്തോടുകൂടി സംഗതി സൈലൻ്റായി കളഞ്ഞു. UPA ഭരണകാലത്ത് DLFന്റെ സാമ്പത്തിക സഹായത്താൽ വാദ്ര ഹരിയാനയിലും രാജസ്ഥാനിലും ഡൽഹിയിലുമായി ഭൂമിയും സ്വത്തുക്കളും വാങ്ങിക്കൂട്ടി ഇരുന്നു എന്നൊക്കെയായിരുന്നു ആരോപണം. ഇതിൽ ചിലതെല്ലാം DLF തന്നെ വൻതുകയ്ക്ക് വാങ്ങി. DLF സഹായത്താൽ ഡൽഹിയിലെ സാകേതിൽ വാദ്ര ഹോട്ടലും ആരംഭിച്ചു. ഗ്രേറ്റർ കൈലാഷിൽ ഫ്ളാറ്റുകൾ സ്വന്തമാക്കി. ഗുഡ്ഗാവിലെ DLFന്റെ ചില റിയൽ എസ്റ്റേറ്റ് പദ്ധതികളിലും വാദ്ര ഫ്ളാറ്റുകൾ സ്വന്തമാക്കിയെന്ന് ആരോപണമുയർന്നു. ഇതിനു പുറമെ ഹരിയാനയിലെ ഗുഡ്ഗാവ്, പൽവൻ, സോഹ്ന, മേവത്ത്, ഹയാത്പൂർ, രാജസ്ഥാനിലെ ബിക്കാനീർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഭൂമി സ്വന്തമാക്കിയതിനെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തു വന്നു. 2008 ഫെബ്രുവരിയിൽ ഗുഡ്ഗാവിലെ ശിഖാപൂരിൽ വാദ്രയുടെ കമ്പനി വാങ്ങിയ 3.5 ഏക്കർ ഭൂമി 2012 58 കോടി രൂപയ്ക്ക് DLF വാങ്ങിയത്. ഇതിന് പകരമായി ഗുഡ്ഗാവിൽ തന്നെ ഒരു പദ്ധതിക്കായി 350 ഏക്കർ ഹരിയാനയിലെ കോൺഗ്രസ് സർക്കാർ DLFന് അനുവദിച്ചു.
ഭൂമി വിൽപ്പന വിവാദമായി. 2018 ഹരിയാനയിൽ BJP സർക്കാർ വന്ന് കേസെടുക്കുകയും ചെയ്തു. ഈ കേസാണ് 170 കോടിയുടെ ബോണ്ട വാങ്ങി BJPക്ക് നൽകിയതോടെ ഇല്ലാതായത് എന്നുള്ളതാണ് ഇപ്പോഴുള്ള കൗതുകം. വാദ്രയ്ക്കും പ്രിയങ്ക ഗാന്ധിക്കും മറ്റുമെതിരായി നിരവധി ED കേസുകളും ഉണ്ടായിരുന്നു. നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ, ആ കേസുകളും നിലച്ചു. പാവപ്പെട്ട രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും കൂടിയും കുറച്ച് ബോണ്ട വാങ്ങിച്ച് BJP കൊടുത്തിനെങ്കിൽ നമ്മുടെ പുതിയ കേസുകളൊക്കെ ഇല്ലേ, അതൊക്കെ അന്ന് അവർ നിർത്തിവെച്ചേനെ. DLF BJPക്ക് കൊടുത്ത തുകയുടെ ബോണ്ടിന്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. 2019 ഒക്ടോബർ 9 DLF ആദ്യം BJPക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ കൈമാറിയത് 25 കോടി രൂപ. തുടർന്ന് 2020 ജനുവരിയിൽ 15 കോടി, 2021 ഏപ്രിലിൽ 15 കോടി, 2022 ജനുവരിയിൽ 50 കോടി, 2022 ഏപ്രിലിൽ 40 കോടി, 2022 നവംബറിൽ 25 കോടി. ഇങ്ങനെയൊക്കെയാണ് BJPക്ക് തുക കൈമാറിയത്. വാദ്രയുമായി ബന്ധമുള്ള DLFനെതിരെ നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. രാജീവ് ഗാന്ധിയുമായുള്ള സൗഹൃദമാണ് DLF ഉടമ KP സിംഗിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത് എന്ന് അക്കാലത്ത് തന്നെ പലരും ആരോപിച്ചു. ചെറിയ റിയൽ എസ്റ്റേറ്റ് പരിപാടികളുമായിട്ടാണ് KP സിംഗ് ഡൽഹിയോട് ചേർന്ന് ഗുഡ്ഗാവ് എന്ന സാറ്റലൈറ്റ് നഗരം വികസിപ്പിക്കാൻ രാജീവ് ഗാന്ധിയുടെ സഹായത്തോടെ സൗകര്യങ്ങൾ വാങ്ങിയത്. 50 ഏക്കറിൽ തുടങ്ങിയ നിർമ്മാണ കമ്പനി പിന്നീട് ഹെക്ടർ കണക്കിന് ഭൂമിയിലേക്ക് വ്യാപിച്ചു. രാജീവ് ഗാന്ധിയുടെ മരണശേഷവും കുടുംബവുമായുള്ള ബന്ധം തുടരുകയായിരുന്നു. കോൺഗ്രസിന്റെ പ്രധാന ഫണ്ട് ദാതാവായിട്ടാണ് KP സിംഗും DLFും ഒക്കെ അറിയപ്പെട്ടിരുന്നത്. വാദ്രയുമായുള്ള ബന്ധം കൂടി വന്നതോടെ പല ഇടങ്ങളിൽ അത് ചർച്ചയായി. എന്നാൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചു നൽകിയത് ഒടുവിൽ BJPക്കാണ്. അത് കേവലം BJPക്ക് നൽകിയ സ്നേഹത്തിന്റെ ഉപഹാരമാണ് എന്നല്ല ഇപ്പോൾ മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. DLFന്റെ പ്രധാന പങ്കാളിയായ റോബർട്ട് വദ്രയെ കേസിൽ നിന്നും രക്ഷിക്കുന്നതിനും പ്രിയങ്ക ഗാന്ധിക്കെതിരായ ED അന്വേഷണങ്ങൾ തൽക്കാലം തണുപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഗൗരവതരമായ ആരോപണം. ഇതിനൊപ്പം ആരൊക്കെ നൽകിയെന്ന് വെളിപ്പെടുത്താൻ തയ്യാറില്ലാതിരുന്ന BJPയുടെയും കോൺഗ്രസിന്റെയും ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടുതൽ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ ചില വിവരങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ നൽകാം. ഇലക്ഷൻ കമ്മീഷൻ അക്കാര്യം പൂർണ്ണമായി തന്നെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് ലഭിച്ച ആകെ തുകയുടെ 35% 10 സ്ഥാപനങ്ങളിൽ നിന്നാണ്. ആകെ ലഭിച്ച 6060 കോടി രൂപയിൽ ഈ സ്ഥാപനങ്ങൾക്ക് നൽകിയ തുക 2119 കോടി രൂപയാണ്. ആകെ 487 ദാതാക്കളാണ് BJPക്ക് സംഭാവനകൾ നൽകിയത്. BJP 6060 കോടി രൂപ, മേഘ എഞ്ചിനീയറിംഗ് 584 കോടി, ക്വിക്ക് സപ്ലൈ ചെയിൻ 375 കോടി, വേദാന്ത 226.65 കോടി, ഭാരതി എയർടെൽ 197.4 കോടി, മദൻലാൽ ലിമിറ്റഡ് 175 കോടി, കെവൻഡർ ഫുഡ് പാർക്ക് 144.5 കോടി, DLF 130 കോടി, ബിർള കാർബൺ 105 കോടി, ഫ്യൂച്ചർ ഗെയിമിംഗ് 100 കോടി, ഹാൽഡിയ എനർജി 81 കോടി. ഇനി കോൺഗ്രസിന് 1422 കോടി രൂപ ആരൊക്കെ കൂടി നൽകി എന്ന് നോക്കാം. വെസ്റ്റേൺ UP പവർ 110 കോടി, വേദാന്ത 104 കോടി, അവർക്കുണ്ട് ഇവർക്കുണ്ട്. MKJ എന്റർപ്രൈസസ് 91.6 കോടി, യശോധ സൂപ്പർ സ്പെഷ്യാലിറ്റി 64 കോടി, ആവീസ് ട്രേഡിംഗ് 53 കോടി, ഫ്യൂച്ചർ ഗെയിമിംഗ് സാന്റിയാഗോ മാർട്ടിൻ BD സതീശൻ ആഞ്ഞടിക്കാനുള്ള സംഗതിയാണ്. ഫ്യൂച്ചർ ഗെയിമിംഗ് കോൺഗ്രസിന് 50 കോടി രൂപ കൊടുത്ത്. സസ്മാൽ ഇൻഫ്രാസ്ട്രക്ചർ 39 കോടി, ഋത്തിക് പ്രൊജക്ട്സ് 30 കോടി, SCPC പവർ 30 കോടി, സിദ്ധി ട്രേഡിംഗ് 22 കോടി. ഇങ്ങനെയാണ് കോൺഗ്രസിന് നൽകിയ തുക. ആകപ്പാട് നോക്കുമ്പം ലീഗലൈസ് ചെയ്ത ഒരു കൊള്ള, ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന ആ കൊള്ളയിലൂടെ ലഭിക്കുന്ന പണത്തിന് പ്രത്യുപകാരമായി അന്വേഷണം നിലപ്പിക്കാനും ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നിങ്ങൾ ശരിയാക്കി കളയും എന്നുള്ള പരിപാടി അവസാനിപ്പിക്കാനും അതത് സംസ്ഥാനങ്ങളിൽ ഭരണത്തിലിരിക്കുന്ന സർക്കാരുകൾക്കുള്ള സഹായത്തിനുള്ള പ്രത്യുപകാരമായിട്ടും ഒക്കെ ഇലക്ട്രൽ ബോണ്ട ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് വാദ്രയ്ക്ക് ബന്ധമുള്ള DLF 130 കോടി രൂപ BJPക്ക് നൽകി എന്ന ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഒരു ബോണ്ട കൊടുത്താൽ കേസുകൾ ഒഴിപ്പിക്കാം എന്നുള്ള ധാരണയാണോ ഈ ബോണ്ട നൽകിയതിന് പിന്നിൽ എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ എന്തു വന്നാലും ഞങ്ങളുടെ തലയിലാണല്ലോ എന്ന VD സതീശന്റെ വിധിക്ക് ഒരു വ്യത്യസ്തതയുമില്ല. ഇത്തവണയും നിങ്ങളിവിടെ എന്തു പറഞ്ഞാലും അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര BJPക്ക് ഫണ്ട് കൊടുത്തിട്ടാണ് തങ്ങളുടെ കേസ് ഒതുക്കി തീർക്കുന്നത് എന്ന പ്രചാരണത്തിന് കൂടി മറുപടി പറയേണ്ടി വരും. നന്ദി, നമസ്കാരം.